உம்மிடத்தில் என் ஆத்துமாவை உயர்த்துகிறேன். சங்கீதம் 143:8. For I lift up my soul unto thee. Psalms 143:8. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே யூடியூப் சேனல் மூலமாக செய்தியை கேட்டுக்கொண்டிருக்கிற தேவ பிள்ளைகள் யாவருக்கும் God Goes East மினிஸ்ட்ரி சார்பாக அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். இந்த 6வது மாதமாகிய ஜூன் மாதத்திலே கர்த்தருடைய கிருபையும் இரக்கமும் சமாதானமும் உங்களோடும் உங்கள் குடும்பங்களோடும் தங்கியிருப்பதாக. தேவனுடைய சமாதானம் உங்களுடைய இல்லங்களிலே உங்களுடைய தனிப்பட்ட வாழ்க்கையிலே காணப்பட வேண்டும் என்று வாழ்த்தி ஆசீர்வதிக்கிறேன். உங்களுக்காகவும் உங்கள் குடும்பங்களுக்காகவும் தினந்தோறும் ஜெபித்து வருகிறோம். தேவனாகிய கர்த்தர் இந்த மாதத்திலே நம் கண்ணீருக்கெல்லாம் ஒரு பதிலை தர உண்மையுள்ளவராயிருக்கிறார் என்பதை நான் விசுவாசிக்கிறேன். நீங்களும் அதை விசுவாசித்து தேவனுடைய நாமத்தை மகிமைப்படுத்தி உங்களை ஒப்புக்கொடுங்கள். கர்த்தருடைய வார்த்தையை விசுவாசிக்கிறவர்களுக்கு தேவனுடைய வார்த்தையினால் உண்டான சமாதானமும் மகிமையும் இரக்கமும் நிச்சயம் கிடைக்கும் என்பதில் சந்தேகமில்லை. இந்த மாதத்தில் கர்த்தருடைய வார்த்தை உங்கள் வாழ்க்கையில் கிரியை செய்யும்படியாக நீங்கள் உங்களை தேவனுக்கு முன்பாக ஒப்புக்கொடுங்கள். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ എളിയദാസൻ രഞ്ജിത് രാജൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗോഡ് ഗോസ് ഈസ്റ്റ് മിനിസ്ട്രിയുടെ ഫൗണ്ടറും ഡയറക്ടറുമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ചെല്ലയ്യ അവർക്കും ഈ സന്ദേശം നവമാധ്യമങ്ങളിൽ ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുവാൻ സഹായകമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആലെഫ് ജോൺ റൈസ് അവർക്കും ഗോഡ് ഗോസ് ഈസ്റ്റ് മിനിസ്ട്രിയിലെ എല്ലാ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ പ്രഭാതം കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി ഒരു വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദഭാഗമാണ് അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം നാം പഠിച്ചു നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്രയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്രയിൽ തനിക്ക് പല സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ സ്ഥലങ്ങളിൽ പോകുവാൻ താൻ ഉള്ളം കൊണ്ട് അതിയായി ആഗ്രഹിക്കുന്നു, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കാൽനട യാത്രയായും കപ്പൽ യാത്രയായും താൻ കർത്താവിൻ്റെ മഹത്വമേറിയ വേല വിശ്വസ്തയോടുകൂടെ ചെയ്തെടുക്കുവാനായിട്ടിടയായി. പൗലോസ് അപ്പോസ്തലൻ്റെ യാത്രയിൽ പല സ്ഥലങ്ങളിലും കടന്നുപോയി കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ, ജാതികളെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കുവാൻ, ജാതികളെ മനം തിരിയുവാൻ കാരണമായ പൗലോസ് അപ്പോസ്തലൻ താൻ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ താൻ വചനം ശുശ്രൂഷിക്കരുതെന്ന് യേശുവിൻ്റെ ആത്മാവ് തന്നെ സമ്മതിക്കുന്നില്ല. താൻ മറ്റൊരിടത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ
പരിശുദ്ധാത്മാവും തന്നെ വിലക്കുകയാണ്. ആദ്യമായി പരിശുദ്ധാത്മാവ് തന്നെ വിലക്കുകയും രണ്ടാമത് യേശുവിൻ്റെ ആത്മാവ് തന്നെ വിലക്കുന്നു എന്ന് ഇവിടെ കാണുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കേൾക്കുന്ന ശബ്ദം പിതാ പുത്ര പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിൻ്റെ ശബ്ദമാണ് താൻ കേൾക്കുന്നത്. അപ്പോൾ തന്നെ താൻ കേൾക്കുന്ന തന്നോട് സംസാരിക്കുന്ന ശബ്ദം അത് ആരുടേതാണെന്ന് താൻ വിവേചിച്ച് മനസ്സിലാക്കുകയാണ്. പ്രിയരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ആരാധിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവത്തിൻ്റെ ആലോചന പോലെ നമ്മോട് പിശാചും സംസാരിക്കാറുണ്ട്. ഈ പ്രഭാതത്തിൽ നമ്മൾ അത് തിരിച്ചറിയണമേ. നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതയാത്ര നാം എങ്ങോട്ട് പോകണം, എന്തായി തീരണം, എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു നിയന്ത്രണം കർത്താവിൽ നാം ഏൽപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ 3 മിഷണറി യാത്ര താൻ വളരെ വേഗം താൻ ഓടി തികച്ചു. കർത്താവിൽ രക്തസാക്ഷിയായി മറഞ്ഞു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്റെ ജീവിതത്തിൽ താൻ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ളത് ദൈവത്തോട് മാത്രമായിരുന്നു ചോദിച്ചിരുന്നത്. ഒരുപക്ഷെ വേണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. താൻ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു, കടന്നു വരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ദൈവത്തോട് ആലോചന ചോദിച്ച്, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഈ വിഷയത്തിൻ്റെ മധ്യത്തിൽ എന്ത് ചെയ്യണം, അങ്ങനെക്ക് മറുപടി നൽകണമേ. ദൈവഹിതപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭക്തൻ, ദൈവം തന്നെ നടത്തുന്ന വഴികളിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു ഭക്തൻ. പ്രിയരെ, ഈ യാത്രയിൽ നമുക്കിഷ്ടമുള്ള വഴികളിൽ നമുക്ക് സഞ്ചരിക്കാം. ലാഭകരമായ സാമ്പത്തിക വരുമാന മാർഗം ഏറെ ലഭിക്കുന്ന അനവധി മാർഗങ്ങളുണ്ട് നമ്മുടെ മുൻപിൽ. നമ്മുടെ കർത്താവിനെ വരെ നമുക്ക് വേണമെങ്കിൽ വിറ്റ് കാശാക്കാം. നമ്മളത് പലരിൽ കൂടെയും കാണുന്നുണ്ട്. കർത്താവിനെ വാണിജ്യവൽക്കരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അവിടെയും നല്ലൊരു മാതൃക കാട്ടിത്തരികയാണ്. തൻ്റെ സഭയോട് താൻ ഒരിക്കൽ തൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞ് താൻ അവരോട് തൻ്റെ വിഷയങ്ങളെ ഓർപ്പിക്കുന്നത്, വെളിപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വേലയെ ലാഭകരമായ ഒരു വാണിജ്യവൽക്കരണമാക്കി തീർക്കാതെ വിശ്വസ്തയോടുകൂടെ പൗലോസ് അപ്പോസ്തലൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുൻപിൽ നമ്മുടെ കണ്ണിന് ഇൻപവും നമ്മുടെ ശരീരത്തിന് സുഖവും മനസ്സിന് ആനന്ദവും നൽകുന്ന നിരവധി വഴികളും മാർഗങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ഒരു പക്ഷേ നമ്മുടെ സുവിശേഷ വേലയിലോ നമ്മുടെ ഭൗതിക ജീവിതത്തിലോ അത് നല്ലതായി തോന്നാം. എന്നാൽ അത് നല്ലതാണോ, അത് തീയതാണോ എന്ന് ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഒരു സ്ഥലത്തിൽ പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വരുവാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ വിലക്കുകയാണ്. ബിഥുന്യയ്ക്ക് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് തന്നെ സമ്മതിക്കുന്നില്ല. ഒടുവിൽ ഒരു മെക്കദോന്യക്കാരൻ വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി താൻ ഒരു ദർശനം കാണുകയാണ്. ദർശനം കണ്ടപാടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ കണ്ട ദർശനത്തിൻ പ്രകാരം യാത്ര ചെയ്തതിൻ്റെ ഫലമായി അവിടെ 2 സഭകൾ ഉടലെടുക്കപ്പെടുകയാണ്. തുയഥൈര പട്ടണത്തിൽ തുയഥൈരക്കാരി സഹോദരിയുടെ ഭവനത്തിൽ ഒരു സഭ ഉടലെടുത്തു. പുഴവക്കത്ത് താൻ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ ഫലമാണത്. രണ്ടാമത് ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി ജയിൽ വാർഡൻ മാനസാന്തരപ്പെട്ടതിൻ്റെ ഫലമായി ഫിലിപ്പിയിൽ ഒരു സഭ ഉടലെടുക്കപ്പെടുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സഹശുശ്രൂഷകനായ ശീലാസ് എന്ന അപ്പോസ്തലൻ, 2 അപ്പോസ്തലന്മാരും അഭിമുഖീകരിക്കേണ്ടി വന്ന വിഷയങ്ങൾ വളരെ വലുതായിരുന്നു. അനുഭവിക്കേണ്ടി വന്ന വേദന വളരെ വലുതായിരുന്നു. കഠിനമായ വേദന. കോലുകൊണ്ടവരെ ഉപദ്രവിച്ച് ചന്തസ്ഥലത്ത്
അവരുടെ വസ്ത്രങ്ങളെ വലിച്ചു കീറി വേദനിപ്പിച്ച് മുറിവുകളാൽ കാരാഗ്രഹത്തിൽ ആക്കുകയാണ്. അവർ ചെയ്ത തെറ്റെന്താണ്? ഒരു വെളിച്ചപ്പാടത്തെ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ദുരാത്മാവിനെ പുറത്താക്കിയതാണ് അവർ ചെയ്ത തെറ്റ്. അവളെ കൊണ്ട് ലാഭം നേടിയെടുത്ത യജമാനന്മാർ തങ്ങൾക്കത് നഷ്ടപ്പെട്ടു എന്ന വൈരാഗ്യത്താൽ പൗലോസ് അപ്പോസ്തലനെയും ശീലാസ് എന്ന കർത്താവിൻ്റെ ദാസനെയും വളരെ മൃഗീയമായി ഉപദ്രവിച്ച് കാരാഗ്രഹത്തിലാക്കുകയാണ്. കാരാഗ്രഹത്തിൽ പൗലോസ് അപ്പോസ്തലനും തൻ്റെ സഹശുശ്രൂഷകനായ ശീലാസ് എന്ന അപ്പോസ്തലനും ആയിരിക്കുമ്പോൾ രാത്രിയുടെ യാമത്തിൽ അവർ ഉറങ്ങുകയല്ല, മറിച്ച് അവരുടെ ഹൃദയം, ശരീരം ഉണർന്ന് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ രാത്രിയെ പകലാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അവർ പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ആ വേദനകളെ മറന്ന്, വേദനകളെ മാറ്റിവെച്ച്, ദുഃഖങ്ങളെ മാറ്റിവെച്ച്, കാലുകളിലിട്ടിരിക്കുന്ന ആമത്തിനെ മാറ്റിവെച്ച്, കൈകളിലിട്ടിരിക്കുന്ന ചങ്ങലകളെ മാറ്റിവെച്ച്, അവരുടെ ഹൃദയത്തെ ഭരിക്കാവുന്ന നിരവധി ഭാരങ്ങളെ, ചിന്തകളെ ഇതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തപ്പോൾ ദൈവം അവരുടെ മുൻപിൽ ഇറങ്ങി വന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ ഹൃദയത്തെ തളർത്തുന്ന വേദനകളെ, നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ ചില മുറിവുകളെ മറികടന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ പ്രാർത്ഥിക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ മുൻപിൽ കർത്താവ് ഇറങ്ങി വരുന്നവനാണ്. നമുക്ക് ഉത്തരമരുളുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ മാനിക്കുവാൻ, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി തരുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ മുൻപിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമുക്കത് വിശ്വസിക്കാമോ? പൗലോസ് അപ്പോസ്തലനും ശീലാസ് എന്ന കർത്താവിൻ്റെ ദാസനും അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടാവുകയാണ്. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങുകയാണ്. വാതിലുകളെല്ലാം തുറന്നു പോവുകയാണ്. എല്ലാ കാരാഗ്രഹത്തിൻ്റെ വാതിലുകളും തുറന്നു പോകുന്നു. കാരാഗ്രഹ പ്രമാണി ഇത് കണ്ടിട്ട് തടവുകാർ ചാടിപ്പോയാൽ താൻ മരണയോഗ്യനാണ്, താൻ മരിക്കുവാൻ യോഗ്യനാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ശിക്ഷാവിധി നിയമപ്രകാരം തന്നെ കൊന്നുകളയും. അതുകൊണ്ട് താൻ തന്നെ കൊല്ലുവാൻ വേണ്ടി വാളൂരി തന്നെ കൊല്ലുവാൻ ഭാവിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്നോട് പറയുന്നു, ഞങ്ങളാരും ഇവിടെ നിന്ന് പോയിട്ടില്ല, ഞങ്ങൾ ആരും ഇവിടെ നിന്ന് കടന്നു പോയിട്ടില്ല, നിനക്ക് നീ ദോഷം വരുത്തരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രയോഗമാണ് എങ്ങനെയെങ്കിലും ഈ ലോകത്തിലെ വാസം അവസാനിപ്പിക്കുക. ഒളിച്ചോടുവാൻ ശ്രമിക്കുന്ന വ്യക്തിജീവിതങ്ങളാണ്. എന്നാൽ ഒളിച്ചോടുകയല്ല, അതിൻ്റെ നടുവിൽ നമ്മൾ അതിനെ അഭിമുഖീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ഒടുവിൽ ആ കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ച് അകത്തേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെയും ശീലാസ് അപ്പോസ്തലൻ്റെയും മുൻപാകെ അദ്ദേഹം വീണുകയാണ്. താൻ സാഷ്ടാംഗം അവരുടെ മുൻപാകെ നമസ്കരിക്കുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു? കർത്താവാണ് നമ്മുടെ രക്ഷകൻ, കർത്താവാണ് നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരി. നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് ദൈവമാണ് നമുക്ക് മറുപടി നൽകി തരുന്നവൻ. നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി സകലവിധ നന്മകളും നൽകി തരുന്നവൻ. ആ കർത്താവിൽ നാം വിശ്വസിക്കുന്നു. അതോ ലോകത്തിലാണോ നമ്മുടെ വിശ്വാസം? അതോ ലോക മനുഷ്യരിലാണോ നമ്മുടെ വിശ്വാസം? അതോ നമ്മുടെ ബാങ്ക് ബാലൻസിലാണോ നമ്മുടെ വിശ്വാസം? ഇന്ന് പകൽക്കാലം കർത്താവിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കാം. കർത്താവിൽ തന്നെ നമ്മുടെ വിശ്വാസം അർപ്പിക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമ്മുടെ ജീവിതയാത്ര നമുക്ക് മുൻപോട്ട് നയിക്കാം. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. ഇന്ന് കുടുംബത്തിൽ കലഹം, കുടുംബത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സന്തോഷമില്ല, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, കുടുംബത്തിൽ വാഗ്വാദങ്ങളും ഭിന്നതകളും
പോർ വിളിക്കുന്ന അനുഭവമാണെങ്കിൽ കർത്താവിൽ വിശ്വസിക്കാമോ? നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. നാം മാത്രമല്ല, നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. നോഹ എന്നൊരു ഭക്തനെ നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. നോഹ എന്ന ഭക്തൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തോട് സംസാരിച്ചു. എന്നാൽ കടന്നു വരുന്ന ന്യായവിധിയിൽ നിന്ന് തൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. തൻ്റെ കുടുംബവും തന്നെ അനുഗമിച്ചു. താൻ സേവിച്ച ദൈവത്തെ അവരും സേവിച്ചു. താൻ ആരാധിച്ച ദൈവത്തെ തൻ്റെ കുടുംബവും തലമുറകളും അപ്രകാരം ആരാധിച്ചു. അതിൻ്റെ ഫലമായി വലിയൊരു ന്യായവിധിയിൽ നിന്ന് അവർ രക്ഷ പ്രാപിച്ചു. അവർ വാഗ്ദത്തം പ്രാപിച്ചു. അവരിൽ നിന്ന് വലിയൊരു ജനസമൂഹം ഉടലെടുക്കപ്പെട്ടു. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നാമും കുടുംബവുമായി യോശുവ എന്ന ഭക്തൻ പറഞ്ഞതുപോലെ യഹോവയെ കുടുംബമായി സേവിച്ച് നമ്മുടെ ഈ പ്രവാസകാലം ക്രിസ്തുവിൽ തികയ്ക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങ് കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. അങ്ങയുടെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയവ ചെയ്തിരിക്കിയാൽ സ്തോത്രം. അത്ഭുതം പ്രവർത്തിച്ചിരിക്കിയാൽ സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥനകളും യാചനകളും കേട്ടിരിക്കിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമരണം. സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ. நீர் செய்ய நினைத்தது தடைபடாது. எனக்காக யாவையும் செய்யும் தேவனே. நீர் செய்ய நினைத்தது தடைபடாது. எனக்காக யாவையும் செய்யும் தேவனே. உன் வேளைக்காக காத்திருக்க பொறுமையை எனக்கு தந்தருளும். உன் வேளைக்காக காத்திருக்க கிருபையை எனக்கு தந்தருளும். நீர் செய்ய நினைத்தது தடைபடாது. எனக்காக யாவையும் செய்யும் தேவனே. நீர் செய்ய நினைத்தது தடைபடாது. எனக்காக யாவையும் செய்யும் தேவனே. காலங்கள் மாறலாம், மனிதர்கள் மாறலாம், மாறாத தேவன் இருப்பதால் கலக்கமில்லை. காலங்கள் மாறலாம், மனிதர்கள் மாறலாம், மாறாத தேவன் இருப்பதால் கலக்கமில்லை. என்னோடு நீர் சொன்ன வார்த்தையை எனக்காக நிறைவேற்றுவீர். என்னோடு நீர் சொன்ன வார்த்தையை மாறாமல் நிறைவேற்றுவீர். நீர் செய்ய நினைத்தது தடைபடாது. எனக்காக யாவையும் செய்யும் தேவனே. நீர் செய்ய நினைத்தது தடைபடாது. எனக்காக யாவையும் செய்யும் தேவனே.
தடை போல சத்துரு வாசலை அடைத்தாலும் தடைகளை உடைக்கும் நீ என் முன்னாய் நடந்து செல்வீர். தடை போல சத்துரு வாசலை அடைத்தாலும் தடைகளை உடைக்கும் நீ என் முன்னாய் நடந்து செல்வீர். எனக்காக ஆயத்தம் பண்ணினதை என் கண்ணால் காண செய்வீர். எனக்காக ஆயத்தம் பண்ணினதை என் கண்ணால் காண செய்வீர். நீர் செய்ய நினைத்தது தடைபடாது. எனக்காக யாவையும் செய்யும் தேவனே. நீர் செய்ய நினைத்தது தடைபடாது. எனக்காக யாவையும் செய்யும் தேவனே. வேளைக்காக காத்திருக்க பொறுமையை எனக்கு தந்தருளும். வேளைக்காக காத்திருக்க கிருபையை எனக்கு தந்தருளும். நீ செய்ய நினைத்தது தடைபடாது. எனக்காக யாவையும் செய்யும் தேவனே. நீர் செய்ய நினைத்தது தடைபடாது. எனக்காக யாவையும் செய்யும் தேவனே.